ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെഹന്തി ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഒന്ന് ഡാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു ലൈനോടെ ചെറിയൊരു ലൈനോടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര ആദ്യം ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കൊടുത്ത ഡാർക്ക് ലൈനാണ്. അതിൻ്റെ മുകളിലായിട്ട് തിന്നായിട്ടുള്ളൊരു ലൈൻ കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ചെറിയൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വലിക്കുക. ഇപ്പം നമ്മൾ വരച്ചു കൊടുക്കുന്നത് ലീഫാണ്. അങ്ങനെ അത് മൊത്തം ആ ലൈൻ മൊത്തം നമുക്കത് ലീഫ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡാർക്ക് ലൈൻ വരച്ചതിൻ്റെ താഴെയായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോട്ടിൽ നിന്ന് സ്പൈറൽസ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്പൈറൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൈറലിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് വരച്ചു കൊടുക്കാം. അപ്പം ഫ്രിൽസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിൽ വേണം ഫ്രിൽസ് വരയ്ക്കാനായിട്ട്. ഒരേ ലെവലിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ കാണാൻ ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഫ്രിൽസ് വരച്ചെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിൽസിൻ്റെ മുകളിലായിട്ട് പെറ്റൽസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റും പെറ്റൽസ് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവർ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസും ഡാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റൽസും ഡാർക്ക് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലവറിൻ്റെ മേളിലായിട്ട് നമ്മൾ ആദ്യം ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈൻ നമ്മൾ ഫ്ലവറിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മിഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു, അതിൻ്റെ മേളിലായിട്ട് ഒരു ചെറിയൊരു സർക്കിൾ വരച്ചു കൊടുത്തു, ഫ്രിൽസ് വരച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ മേളിലായിട്ടാണ് ഇപ്പം ഇതുപോലെ ലീഫ് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ചെറിയൊരു കർവ് പോലെ ഒരു ലൈൻ വരച്ചിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ചെറിയൊരു കർവ് പോലെ തന്നെ നമ്മളൊരു ലീഫ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കണത് ഫ്രിൽസിൻ്റെ മേളിൽ നിന്നായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് താഴത്ത് നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെരിച്ചിട്ട് വേണം ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാൻ. ഫ്ലവറിൽ ടച്ച് ചെയ്യണം ലൈൻ. ഇതുപോലെ ഫ്ലവറിൽ ടച്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ആ ലൈനിൽ താഴെയായിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രിൽസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഒരേ ലെവലിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ രണ്ട് ലൈനിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പിൽ സ്പൈറൽസ് വരച്ചു കൊടുക്കുക. ഞാൻ വരയ്ക്കുന്ന പോലെ ഇതുപോലെ സ്പൈറൽസ് വരച്ചു കൊടുക്കുക. അങ്ങനെ ആ ഗ്യാപ്പ് മൊത്തം ഫില്ല് ചെയ്തിട്ടെടുക്കുക. സ്പൈറൽസ് വരച്ച് ആ ഗ്യാപ്പ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവർ മേളിലും ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഡോട്ടിൽ കൂടെ നമുക്ക് ഡോട്ടിൻ്റെ സൈഡിലൂടെ സ്പൈറൽസ് വരച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടെടുക്കുക.
നമ്മൾ കയ്യിലിടാൻ ഉപയോഗിക്കുന്ന മെഹന്തി നല്ല മെഹന്തി നോക്കി സെലക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന മെഹന്തിയിൽ ചെറുതായിട്ട് നാര് പോലെയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് വിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല മെഹന്തി നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഔട്ട്ലൈൻ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഡിസൈൻ വരച്ചു കൊടുക്കാം. ടിയർ ഡ്രോപ്സ് വരച്ചു കൊടുക്കാം നമുക്ക്. ഒരു ഡോട്ട് ഇട്ടിട്ട് താഴേക്കൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിംഗറിൻ്റെ താഴെയായിട്ട് ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. എല്ലാ ഫിംഗറിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഡാർക്കായിട്ട് ഒന്നുകൂടി വരച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കാം. തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കുക, ഡാർക്ക് ചെയ്യരുത്. തിന്നായിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് കൂടി വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫ്രിൽസ് വരച്ചെടുക്കണം. അതുപോലെ എല്ലാ ഫിംഗേഴ്സിലും ഫ്രിൽസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സിലെല്ലാം തന്നെ ഫ്രിൽസൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയായിട്ട് നമ്മൾ മലയാളം ലെറ്റർ റായും നായൊക്കെ വരയ്ക്കണ ആ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചിട്ടെടുക്കാം. ആദ്യം നമ്മൾ ചെറിയ തിന്നായിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇനി നമുക്ക് പതിയെ ഒന്ന് ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഫിംഗറിൻ്റെ ആ ലൈനും പിന്നെ നമ്മളിപ്പോൾ വരച്ച ഡിസൈനും മിഡിലിൽ അത്രയും നമുക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സ്പൈറൽസ് വരച്ചിട്ട് ഫില്ല് ചെയ്തിട്ടെടുക്കാം. മൊത്തം നമുക്ക് സ്പൈറൽസ് വരച്ചിട്ടെടുക്കാം. ഇതുപോലെ സ്പൈറൽസ് വരച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അതെല്ലാം സ്പൈറൽസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗറിൽ ഡിസൈൻ വരച്ചു കൊടുക്കാം. സ്പൈറൽസ് വരച്ചു കൊടുക്കാം. അതുപോലെ സ്പൈറൽസ് വരച്ചു കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിയർ ഡ്രോപ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫിംഗേഴ്സിലും ഇതുപോലെയൊക്കെ ഏകദേശം ഒരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഹന്തി ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.